ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കൺമണി മോളെ ആലോചിച്ച് വിഷമിച്ചിരിക്കാട്ടോ നമ്മുടെ മനോഹർ. അതിൻ്റെ അടുത്തേക്ക് വിക്രവും അതുപോലെ തന്നെ ഗംഗപ്രസാദും വരുന്നുണ്ട്. മനുവേട്ടൻ ഇങ്ങനെ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തൊക്കെയായിരുന്നു മനുവേട്ടനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞെന്നറിയാവോ? മനുവേട്ടൻ ഈ ജയിലിൽ വരുവാണെങ്കിൽ നമുക്ക് 3-4 പേർക്കും കൂടി അടിച്ചു പൊളിച്ച് പുറത്ത് കിടക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കാം, ശത്രുക്കളെയൊക്കെ ഓരോന്നാക്കിയിട്ട് ഇല്ലാതാക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ മനുവേട്ടൻ ഇങ്ങനെ ആയപ്പോൾ ഞങ്ങൾക്ക് ആകെപ്പാട് വല്ലാത്ത ബുദ്ധിമുട്ടായി. മനുവേട്ട, നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? നിങ്ങൾ 10-70 വിവാഹം കഴിച്ചതല്ലേ? അതിലെല്ലാത്തിലും 1-2 പിള്ളേരുണ്ട്. നിങ്ങളുടെ ആദ്യം വിവാഹം കഴിച്ച ആ പെണ്ണ്, പ്രായം കുറച്ച് കൂടുതലുള്ള പെണ്ണ്, ആ പെണ്ണ് മോളുണ്ടെങ്കിൽ അതിപ്പോ മെഡിക്കലിനെ പഠിക്കുകയാണെന്നല്ല കേട്ടത്, ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട്. 10-25 വയസ്സെന്തോ ഉണ്ട് അവർക്ക്. അപ്പൊ അത്രയും പ്രായമുള്ള ഒരു മോളുള്ള നിങ്ങൾ ഇപ്പോഴും ചെറിയൊരു നിസ്സാരമായിട്ടുള്ള ഒരു കൺമണി മോൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കണേ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ അത്ഭുതം തോന്നുന്നു. അല്ല, നിങ്ങളുടേത് വെറും നാടകമാണോ? എന്റെ വിക്രമേ, നിനക്ക് എന്നെ കണ്ടിട്ട് നാടകം കളിക്കാൻ തോന്നുന്നുണ്ടോ? നിനക്കത് മനസ്സിലാവില്ല. എടാ, നിനക്കൊരു മോളില്ലേ? ചാരു എന്നല്ലേ ആ മോളുടെ പേര്? നിനക്കൊരിക്കൽ പോലും ആ കുഞ്ഞിനെ കാണാൻ തോന്നണില്ലേടാ? എനിക്ക് തോന്നണമൊന്നുമില്ല. അതെ, വേറൊന്നുമല്ല, നിന്റെ മനസ്സിലെ നിന്റെ അച്ഛനും അമ്മമ്മയൊക്കെ പറഞ്ഞു കൊടുത്ത പാഠങ്ങൾ നിന്റെ മനസ്സിലുണ്ട്. പെണ്ണുങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നിനക്ക് പറഞ്ഞു തന്നത്. അതിന്റെ ഒരു കലിപ്പും വിദ്വേഷമാണ് നിനക്ക്. പക്ഷെ നാളൊരു സമയത്ത് നീ ആ കുഞ്ഞിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സമയം വരോടാ. ആ കുഞ്ഞിന്റെ മുഖം നിനക്ക് മറക്കാൻ പറ്റാത്തൊരു സമയം വരും. ഇപ്പൊ നിന്റെ ചാരുമോൾക്ക് ഒരു 5 വയസ്സെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലെ? ആ കുഞ്ഞിന് ഒരു 10 വയസ്സ് 15 വയസ്സൊക്കെ ആകുമ്പോഴില്ലേ നിനക്ക് പ്രായം കൂടി വരും. അപ്പോഴേക്കും നിനക്ക് ആ കുഞ്ഞിന്റെ വില മനസ്സിലാവുന്നത്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ സമ്പത്തിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എന്റെ തലവര മാറ്റിയത്, എന്റെ സ്വഭാവം മാറ്റിയത് എന്റെ കൺമണി മോള. മുമ്പ് ആദ്യ വിവാഹം കഴിച്ച പെണ്ണെ പ്രസവിച്ച സമയത്ത് ആ കുഞ്ഞിന്റെ അടുത്ത് ഞാൻ ചിലപ്പോ ഒരു കുറച്ചു നാൾ നിന്നിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെയൊന്നും ആവില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുക. എന്തായാലും എനിക്ക് എന്റെ കൺമണി മോളെ മറക്കാൻ പറ്റില്ല. എന്തൊക്കെ വന്നാലും ഈ ജയിലിൽ ചാടിയിട്ടാണെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ എന്റെ കൺമണി മോൾക്ക് വേണ്ടി ജീവിക്കും. എന്റെ കൺമണി മോളുടെ കൂടെ ഞാൻ ജീവിക്കും എന്ന് മനോഹർ പറയുമ്പോൾ അത് കേട്ട് രാഹുൽ വരുന്നുണ്ട്. എടാ, കൺമണി മോളുടെ കൂടെ ജീവിക്കാനുള്ള എന്തെങ്കിലും അർഹത നിനക്കുണ്ടോടാ? എന്റെ മോള് നിന്നെ 7 അയലത്ത് അടുപ്പിക്കില്ല. അത് മാത്രമല്ല, നിനക്ക് ആ മോള് മാത്രമാണല്ലോ, നിനക്ക് എന്തോരം കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ആ കുഞ്ഞുങ്ങളത്തൊന്നും ഇല്ലാത്ത സ്നേഹം എന്തിനാണ് ഈ കുഞ്ഞിനോട്? മാത്രല്ല, അപ്പൊ തന്നെ നിന്റെ മനസ്സിൽ ഉടായ്പ നിനക്ക് മനസ്സിലായില്ലേ? എടാ, എല്ലാ മക്കളെയും ഒരുപോലെ കാണോടാ. നീ അതുപോലെ കണ്ടിട്ടില്ല. അപ്പോഴും നീ നല്ല സ്വഭാവം അല്ലടാ. നിന്നെ ഒരിക്കലും എന്റെ മോള് ജീവിതത്തിൽ കയറ്റാൻ പോണില്ല. അതിന് നിങ്ങളുടെ മോളുടെ കൂടെ ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് എന്റെ മോള് കൺമണി മോളെ കണ്ടാൽ മാത്രം മതി എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ നീ കൺമണി മോളെ മാത്രല്ല, നിനക്ക് ഒരുപാട് പിള്ളേരുണ്ടല്ലോ, അവരെല്ലാരും നിനക്ക് കാണാൻ പോണല്ലോ. ചിലപ്പോ കുറച്ചുപേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവോടാ. നിന്നെ കണ്ടാൽ ഒരു 10-28 വയസ്സ് തോന്നുമെങ്കിലും നിനക്ക് 10-42 വയസ്സില്ലേ? അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നിന്റെ ആദ്യത്തെ മോളുടെ വിവാഹപ്രായമൊക്കെ ആയിട്ടുണ്ടാകാതിരിക്കാം. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്ന് എപ്പോഴെങ്കിലും ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴേ നിന്റെ ആദ്യം ഉണ്ടായ മോളെ പോയി കാണ്. അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർക്ക് കൊച്ചുമക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കണത് വയസ്സാം കാലത്ത് നിനക്ക് കാണാലോ എന്നൊക്കെ പണ്ട് പുച്ഛത്തോടെ രാഹുൽ അങ്ങനെ പറഞ്ഞു പോവാണ്. മനോഹർ വിക്രത്തോട് പറയുന്നുണ്ട്. അയാൾ പറഞ്ഞത് പുച്ഛത്ത് കളിയാക്കി പറഞ്ഞാണെങ്കിലും എനിക്ക് കൺമണി മോളെ കാണാതിരിക്കാൻ പറ്റില്ല. കാരണം എന്റെ മോൾ ഓരോ ദിവസം കഴിയുന്നവരെ എന്റെ മനസ്സിൽ കൂടി വരുക. എടാ, എങ്ങനെയെങ്കിലൊക്കെ എന്റെ മോളെ കാണാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി താടാ. എനിക്ക് എന്റെ മോളെ കാണാനുള്ള എങ്ങനെയൊക്കെ ഒരു അവസരം ഉണ്ടാക്കി താടാന്ന് പറയുമ്പോൾ നമ്മുടെ ഗംഗപ്രസാദ് പറയണ്ടേ, എന്റെ മനോഹറെ, എങ്ങനെ അവസരം ഉണ്ടാക്കാനാ? ഇവിടുന്ന് പുറത്തു ചാടാൻ പറ്റുന്നില്ല, പിന്നെയല്ല അവസരം ഉണ്ടാക്കാൻ പോണത്. ഒരു കാര്യം ചെയ്യാം, അടുത്ത പ്രാവശ്യം സ്റ്റെഫി വരട്ടെ, എന്തെങ്കിലുമൊക്കെ ഒരു അവസരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം എന്നൊക്കെ ഗംഗപ്രസാദ് പറയുന്നുണ്ട്. അതേസമയം രാവിലെ തന്നെ കിരണും കല്യാണിയും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. പ്രകാശിന്റെ അടുത്തേക്ക്. ശേഷം കിരണും കല്യാണിയും പറയണ്ട, അതെ, ഇന്നാണ് കാർത്തിക ചേച്ചനെ കാണാൻ വരുന്ന ആള് വരുന്നത്. ദിലീപ് എന്നാ പേര്. ആദർശിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മാനേജർ ആണെന്ന് പറയാണ്. ആദർശ് മോൻ പറഞ്ഞതാണ്. അപ്പൊ നല്ല പയ്യനായിരിക്കും എന്ന് പ്രകാശം പറയാണ്. അതെ, ഞാനും പയ്യനെ കണ്ടിട്ടൊന്നുമില്ല. ഇന്നൊരു 10:30 വരും. ഇപ്പൊ സമയം 10 ഞങ്ങൾ അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടാണ് കല്യാണിക്ക് കാർത്തികനെ ഒരുക്കാനായിട്ട്. എന്നാലും വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൊടുക്കുന്നുണ്ട് കല്യാണത്തിന്. കാരണം അച്ഛൻ റെഡിയായിട്ട് വരണമല്ലോ എന്ന് കിരൺ പറയുമ്പോൾ അത് നന്നായി. എനിക്ക് എന്റെ മോളുടെ വിവാഹം മുമ്പിൽ നിന്ന് നടത്തി കൊടുക്കണം. 2 ഭാര്യമാരും എന്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ നടത്തി കൊടുക്കണം എന്നൊക്കെ പറയാണ്. എന്തിനാ അതൊക്കെ നടക്കും അച്ഛാ, അച്ഛനൊന്നും കൊണ്ട് വിഷമിക്കേണ്ട എന്നൊക്കെ കല്യാണി പറയണ്ട. എന്നാൽ ഞങ്ങൾ പോട്ടെ അച്ഛാ, ദിലീപേട്ടൻ വരുന്ന മുമ്പ് ഞങ്ങൾക്ക് അവിടെ എത്തണം, ചേച്ചിനെ ഒരുക്കാനൊക്കെ ഉണ്ട്. അപ്പോഴേക്കും പ്രകാശം പറയണ്ട, മോളെ ചേച്ചിയെടുത്ത് പറയണം ദേഷ്യവും വിദ്വേഷവും ഒന്നും കാണിക്കരുതെന്ന്. നല്ല രീതിയിൽ തന്നെ സംസാരിക്കണമെന്ന് പറയണം. അവൾക്ക് വിവാഹത്തിന് സമ്മതമല്ലല്ലോ, എല്ലാവരും കൂടി നിർബന്ധിച്ചതല്ലേ. അപ്പൊ അതിന്റെ ഒരു നീരസക്കുറവ് അവളുടെ മുഖത്തുണ്ടാകും. അതൊക്കെ മാറ്റി ചിരിച്ചു മുഖത്തോടെ വേണം പോവാനെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. കിരൺ പറയണ്ട, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അച്ഛൻ സമാധാനമായിട്ടിരിക്കെ. നോക്കിക്കോ, പെണ്ണ് കണ്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാം, പറ്റുമെങ്കിൽ ദിലീപിനെയും കൊണ്ടുവരാം എന്നൊക്കെ കിരൺ പറയാണ്. വേണം മോനെ, വിവാഹം ഉറപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ആ പയ്യനെ ഒന്ന് കാണണം എന്ന് പ്രകാശിനും പറയാട്ടോ. അങ്ങനെ കിരണും കല്യാണിയും കൂടി
കാർത്തികയുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ കാർത്തികയുടെ വീട്ടിലെത്തുമ്പോഴേക്കും കാർത്തിക അണിഞ്ഞൊരുങ്ങാതെയൊക്കെ നിൽക്കോട്ടെ. അപ്പൊ കല്യാണി പറഞ്ഞ എന്താ ചേച്ചി ഇങ്ങനെ? ചേച്ചി നോക്ക്, അച്ഛന്റെ നിർബന്ധത്തിനും ഞങ്ങളുടെ എല്ലാവരുടെ നിർബന്ധത്തിനും ചേച്ചി വിവാഹം കഴിക്കാണെന്ന് അറിയാം. പക്ഷെങ്കിലും ചേച്ചിനെ വിവാഹം കഴിക്കാൻ വേണ്ടി വരുന്ന ആ പയ്യന് ഇതൊന്നും അറിയില്ല. അയാള് ചേച്ചിനെ വിവാഹം കഴിക്കാൻ നല്ലൊരു പെൺകുട്ടിയായിരിക്കും, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുവരുന്ന ഒരു പയ്യനാണ്. അതുകൊണ്ട് അവരുടെ മുമ്പിൽ ചേച്ചിന്റെ മുഖവും കയറ്റി പിടിച്ചുകൊണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കാർത്തികനെ കൂട്ടിക്കൊണ്ട് ഒരുക്കാൻ വേണ്ടി കല്യാണി അകത്തേക്ക് പോവാണ്. ശേഷം കാർത്തികേനെ നന്നായിട്ട് അണിയിച്ചൊരുക്കുന്നുണ്ട്. വളകളും മാലയും മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുക്കാണ്. ഇപ്പൊ എന്റെ ചേച്ചിനെ കണ്ടാലേ 25 വയസ്സേ തോന്നുള്ളൂ എന്നൊക്കെ കല്യാണി പറയണ്ട. അപ്പോഴേക്കും കിരൺ അങ്ങോട്ടേക്ക് വരുന്നത് ഒരുക്കൊക്കെ കഴിഞ്ഞു. അതേ ആദർശ് വിളിച്ചിരുന്നു, ആദർശിനെ വരാൻ പറ്റില്ല, ദിലീപും അച്ഛനും അമ്മയും മാത്രമേ വരുന്നുള്ളൂ. ശരിയെന്ന് പറയണം. അങ്ങനെ ഒരുങ്ങി കണ്ടിരിക്കെ തന്നെ ദിലീപ് എന്ന് പറയുമ്പോൾ പയ്യൻ അങ്ങോട്ടേക്ക് വരുവാട്ടെ. നമുക്ക് പരിചയമുള്ളൊരു നടൻ തന്നെയാണ്. ഗീതാ ഗോവിന്ദ സീരിയലിലൊക്കെ ഉണ്ടായത് ഗീതുവിന്റെ അനിയനായിട്ട് അഭിനയിച്ച നായകൻ തന്നെയാണ് കേട്ടോ. ആ പുള്ളിക്കാരനും അമ്മയും അച്ഛനും വരുന്നുണ്ടായിരുന്നു. ഭയങ്കര പാവങ്ങളാട്ടോ, നല്ല സ്വഭാവമാണ്. വരുമ്പോ തന്നെ കയറിയിരിക്കുന്ന ലക്ഷ്മിയമ്മയും ദീപയും പറയുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇതാണ്ട് പയ്യൻ ദിലീപ് എന്നൊക്കെ പറഞ്ഞിട്ട് പയ്യനെ കുറിച്ച് എല്ലാം ആദർശ് പറഞ്ഞു. നമസ്കാരം ഉണ്ടോ എന്ന് പറയാണ്. അല്ല ഇതിലാരാ ലക്ഷ്മി അമ്മ എന്ന് ചോദിക്കുമ്പോഴും ഞാനാ കാർത്തികയുടെ അമ്മ അല്ലെ, ഇത് ദീപാമ്മ. എല്ലാം അറിയാലോ, എല്ലാം അറിയാം എന്ന് പറയാണ്. അപ്പോ ലക്ഷ്മി ചോദിക്കണ്ടേ എല്ലാം അറിയാവോ? എല്ലാം പറഞ്ഞിരുന്നു ആദർശ്, എല്ലാം പറഞ്ഞിരുന്നു. നിങ്ങളെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. കാർത്തികയുടെ ഒരു ചേട്ടനെ കുറിച്ചല്ലേ, എല്ലാം എനിക്കറിയാം. ഇനിയിപ്പോ അതിനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട, നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാം എന്ന് ദിലീപിന്റെ അച്ഛൻ പറയാണ്. അങ്ങനെ ദിലീപിന്റെ അമ്മ പറയണ്ട്, അതെ സമയം കളയണ്ട, പെൺകുട്ടിനെ കാണാൻ ധൃതിയായി. ഇവൻ ഒരുപാട് പെണ്ണ് കണ്ടതാണ്. പക്ഷെ ഇവന്റെ മനസ്സിലെ ഒരു ഇതുണ്ട്, പാവമായിരിക്കണം, മോഡേൺ ഡ്രസ് ഇട്ടാലും ഒരു നാടൻ ചിന്താഗതി ആയിട്ടുള്ള പെണ്ണായിരിക്കണം. അങ്ങനെയൊക്കെ കുറച്ച് പിടിവാശിയൊക്കെ ഉണ്ടായിരുന്നു. അതാ 10-32 വയസ്സായിട്ടും ചെക്കനെ പെണ്ണൊന്നും കിട്ടാതെ ഇങ്ങനെ നിന്നത് എന്ന് പറയണം. എന്തായാലും മോളെ കാണാം എന്ന് പറയാണ്. അപ്പൊ കല്യാണി കാർത്തികനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. കാർത്തികനെ കാണുമ്പോ തന്നെ പയ്യനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പയ്യൻ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ കാർത്തികക്കും വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. കാർത്തിക ആദ്യമായിട്ടാണ് ഒരാളെ പ്രണയിക്കാൻ പോണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യ തൊട്ടത്തിൽ തന്നെ കാർത്തികക്കും വല്ലാത്ത ഇഷ്ടമാണ്. അങ്ങനെ കാർത്തിക ആദ്യം ചായ അമ്മക്ക് കൊടുക്കുമ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട്, അതെ അമ്മക്കല്ല, ആദ്യം ദിലീപിനാണ് ചായ കൊടുക്കേണ്ടത് എന്ന് പറയാണ്. അങ്ങനെ കാർത്തിക ദിലീപിനെ ചായ കൊടുക്കേണ്ടത്. ദിലീപ് കാർത്തികനെ നോക്കി ചിരിക്കുമ്പോൾ കാർത്തികൻ ദിലീപിനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ചായയൊക്കെ കൊടുക്കുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട്, അതെ ഇനി പയ്യനും പെണ്ണും ആദ്യമായിട്ടല്ലേ കാണുന്നത്, അവരൊന്ന് സംസാരിക്കട്ടെ, ചേച്ചി അകത്തേക്ക് പോയിക്കോ എന്ന് പറയാണ്. അങ്ങനെ കാർത്തിക റൂമിലേക്ക് പോകുമ്പോൾ ദിലീപേട്ടനോട് ദിലീപേട്ട അകത്തേക്ക് പോയിക്കോ എന്ന് കല്യാണി പറയാണ്. അങ്ങനെ ദിലീപും അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും സംസാരിക്കാണ്. ദിലീപ് പറയുന്നുണ്ട്, ഞാൻ വളച്ചു കെട്ടാണ്ട് കാര്യം പറയാം. ആദർശേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാർത്തികനെ നേരിട്ട് കാണുന്നുണ്ടെങ്കിലും എനിക്ക് ഏകദേശം ഒരു രൂപം മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് കാർത്തിക, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാർത്തികക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അമ്മയെടുത്തും അതുപോലെ തന്നെ കിരൺ സാറിനടുത്തൊക്കെ പറയണം. അധികം വെച്ച് താമസിപ്പിക്കേണ്ടതാണ് എന്റെ വീട്ടിലുകാരുടെ അഭിപ്രായം. പിന്നെ കാർത്തികയുടെ അച്ഛന് ഹോസ്പിറ്റലിൽ എന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. കാർത്തികക്ക് സമ്മതമാണെങ്കിൽ വിവാഹം ഉറപ്പിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അച്ഛനെ കാണണം എന്നൊക്കെ പറയണം. അതൊക്കെ കേൾക്കുമ്പോൾ കാർത്തികക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. അങ്ങനെ അവർ സംസാരിക്കാൻ പോയവര് കുറച്ച് മുഖം കയറ്റി പിടിച്ചാണ് കാർത്തിക സംസാരിക്കാൻ പോയെങ്കിലും തിരിച്ചു വരുമ്പോൾ രണ്ടുപേരും കൂടി ഭാര്യ ഭർത്താക്കന്മാരെ പോലെ സംസാരിച്ച് ചിരിച്ചു കളിച്ചിട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്. അത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. അപ്പോൾ ലക്ഷ്മി അമ്മയെടുത്ത് ദിലീപിന്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, അതെ പിള്ളേര് തമ്മിൽ ഇഷ്ടം കേട്ടോ, അത് ഉറപ്പാണ്. ഇനിയിപ്പോ നമുക്ക് ജാതകം ഒന്നും നോക്കേണ്ട കാര്യമില്ല, ജാതകം നോക്കി നമുക്ക് വിശ്വാസമൊന്നും ഇല്ല, എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് പറയണം. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊമോ തന്നെയാണ് കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ.